ഇവിടെ ചിലരൊക്കെ ഈ ഡോമിനേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വി ആർ ഡോമിനന്റ് പീപ്പിൾ. ഈ ഡോമിനേഷനെ ചിലർ അനുകരിച്ചു എന്നൊക്കെയാണ്. എന്ത് ഡോമിനേഷൻ? വാട്ട് ഈസ് ഡോമിനേഷൻ? ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പൊ എന്റെ അപ്പൂപ്പൻ വലിയ തമ്പുരാനായിരുന്നു. ആ തമ്പുരാനായിരുന്നു ഇവിടുത്തെ ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്റെ അപ്പൂപ്പൻ തമ്പുരാനായിരുന്നു. ആ തമ്പുരാനായിരുന്നു ഡോമിനന്റ് കാസ്റ്റ്. അപ്പൊ ഞാൻ ആ കാസ്റ്റീസത്തിൽ അഭിമാനിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ തമ്പുരാൻ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താ? എന്റെ അപ്പൂപ്പൻ ഒരു പെണ്ണിനെ വഴി നടക്കാൻ സമ്മതിക്കൂലായിരുന്നു. എന്റെ അപ്പൂപ്പൻ രാജാവിന് പൂട്ട് തുറന്നു കൊടുക്കുമായിരുന്നു. എന്റെ അപ്പൂപ്പൻ ഇവിടെ പണി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാതെ സകല മനുഷ്യരെയും ചവിട്ടി മതിച്ച് ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ അപ്പൂപ്പൻ തറവാട് കെട്ടി. ഇത് കേട്ടാ തോന്നി എന്റെ അപ്പൂപ്പൻ രാവിലെ എണീറ്റ് തറവാട് കെട്ടി. എന്റെ അപ്പൂപ്പൻ രാവിലെ ഇഷ്ടിക ചുമന്നു. എന്റെ അപ്പൂപ്പൻ രാവിലെ വെള്ളം കോരി. എന്റെ അപ്പൂപ്പൻ രാവിലെ തേച്ചു. എന്റെ അപ്പൂപ്പൻ അവിടെ തറവിൽ. ഇതാരാ ഈ തറവാട് കെട്ടിയത്? വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് കാഞ്ചായലയുടെ പുസ്തകത്തിന്റെ പേരിതാണ്, ടേണിംഗ് ദ പോട്ട് ടില്ലിംഗ് ദ ലാൻഡ്. ആരാണ് ഈ കുടത്തെ ഈ മൺകുടത്തെ ചുറ്റിച്ചെടുത്തിട്ട് കുടമാക്കി മാറ്റുന്നവൻ? അത് കുശവനാണ്. ആരാണ് ഈ നിലത്തെ ഉഴുന്നവൻ? അത് കർഷകനാണ്. ആരാണ് എന്റെ ചെരുപ്പിനെ തുന്നുന്നവൻ? ആരാണ് എന്റെ കുടയെ തയ്ക്കുന്നവൻ? ആരാണ് എന്റെ ഓടിനെ പാകുന്നവൻ? ആരാണ് എന്റെ തടിയെ മെഴുകുന്നവൻ? ആരാണ് എന്റെ തറയെ പടുക്കുന്നവൻ? അത് ഈ നാട്ടിലെ തൊഴിലാളി വർഗമാണ്. ആ തൊഴിലാളി വർഗത്തിന് വിദ്യാഭ്യാസശാലയിലേക്ക് കയറ്റുന്നില്ല. ആ തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ വിദ്യാഭ്യാസം മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന സവർണ വർഗമുണ്ടല്ലോ, അവർ എന്നാ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. കുനിഞ്ഞു കുപ്പ പോലും എടുക്കുന്നില്ല. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്ത് ആ സമ്പാദ്യം മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റിയിട്ട് ആ ചൂഷണത്തിന്റെ പേരാണ് ഡോമിനേഷൻ. ആ ഡോമിനേഷൻ അഭിമാനത്തോടുകൂടി ചുമന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു അപമാനം വേറെയുണ്ടോ? അതുകൊണ്ട് എന്റെ അപ്പൂപ്പൻ ഡോമിനന്റ് എന്ന് ഞാൻ പറയില്ല. എന്റെ അപ്പൂപ്പൻ ഡോമിനന്റ് ആയിരുന്നില്ല. എനിക്കൊരു ഡോമിനേഷനും വേണ്ട. ഡോമിനന്റ് എന്ന പദം ചരിത്രപരമായി ജനതയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രതീകമാണെന്നെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ നവോത്ഥാനം പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം.